വിഹാരി ജയോ രാധ മാധവ ജയോ കുഞ്ച വിഹാരി ജയോ ഗോപി ജനവല്ലഭ ജയോ ഗിരിവരധാരി ജയോ ഗിരിവരധാരി ജയോ യശോധന വ്രജജന ജന യശോധനന്ദന വ്രജജന രഞ്ജന യമുന തീര വനജാരി യമുന തീര വനജാരി ജയോ രാധ മാധവ ജയോ കുഞ്ച വിഹാരി മുരളി മനോഹര കരുണാസാഗര മുരളി മനോഹര കരുണാസാഗര ജയ ഗോവർദ്ധന ഗിരിധാരി ജയോ കുഞ്ച വിഹാരി ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ ജയ പ്രഭുപദ ജയ പ്രഭുപദ ജയ പ്രഭുപദ ശ്രീല പ്രഭുപദ ജയ ഗുരുദേവ ജയ ഗുരുദേവ ജയ ഗുരുദേവ ജയ ഗുരുദേവ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനെ നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ നമോ മഹാവദന്യായ കൃഷ്ണ പ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണ ചൈതന്യ നാംനേ ഗൗരദിശേ നമഃ. നമോ ബ്രഹ്മണ്യദേവായ ഗോബ്രാഹ്മണഹിതായ ച ജഗദ്ഹിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധി കർമ്മഗ്രാഹീതാംഗം മമുദ്ധാർഭവാനവ ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി ശ്രീകൃതോऽസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ മനോരഥോ മതിയോയം സർവദാ സബരസ്ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യം ദാസോഹം തവ കേശവ. കസ്തൂരിതിലകം ലലാടപടലേ വട്ടസ്ഥലേ കൗസ്തുഭം ആസാഗ്രേ വരമൗക്തികം കരതലേ വേണുകരേ കങ്കണം സർവാംഗേ ഹരിചന്ദനം സുരളിതം കണ്ടേ ച മുക്താവലി ഗോപസ്ത്രീ പരിവേഷ്ടിതു വിജയതേ ഗോപാലചൂഡാമണി. അസ്തി സ്വസ്തരുണീ കരാഗ്രവികല കൽപ്പപ്രസൂനാലുപ്തം വസ്തുപ്രസ്തുത് വേണുനാദലഹരി നിർവാൻ നിർവ്യാകുലം സ്രസ്താ നിബദ്ധാനി വിലസത് ഗോപീ സഹസ്രാവൃതം ഹസ്തന്യസ്തൻ താപവർഗം അഖിലോധാരം കിശോരാകൃതി കൃഷ്ണം നാരായണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം കൃഷ്ണം വന്ദേ പ്രതാസുതം സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. ശ്രീമദ്ഭാഗവതം നാമ പുരാണം ലോകവിശ്രുതം ശൂന്യാ ശ്രദ്ധയാ യുക്തോ മമ സന്തോഷകാരണം ശ്ലോകാർദ്ധം ശ്ലോകപാദം വ നിത്യം ഭാഗവതോദ്ഭവം പഠതേ ശൂന്യായസ്തു ഗോ സഹസ്രഫലം ലഭേത്. മമോസേഷു സർവേഷു ശ്രീമദ്ഭാഗവതം പരം ശൃണ്വന്ത്യാ നരാ ഭക്ത്യാ മമ പ്രത്യേജ സുവ്രത് വസ്ത്ര അലങ്കരണൈ പുഷ്പൈർധൂപദീപോപഹാരകൈഃ വഹീകൃതോ ഹി അഹം ദശ്യാസ്ത്രിയാ സത്പതിര്യഥാ ശുകരൂപ പ്രബോധജ്ഞ സർവശാസ്ത്ര വിശാരദ ഏതത് കഥാ പ്രകാശേന മേധജ്ഞാനം വിനാശയ
ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ജന്മാദ്യസ്യ യതോ അന്യയാ വിതൃതശ്ച അർദ്ധേഷു അഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യസ്സൂരയഃ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര സർഗോ അംശ ധാംനാ സേന സദാ നിരസ്തഹോകം സത്യം പരം ധീമഹി ധർമ്മ പ്രോചിത കൈതവോ അത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവം അത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരീരീശ്വരഃ സദ്യോ ഹൃദ്യ അവിരുദ്ധതേ അത്ര കൃതിഭിः ശുശ്രൂഷിഭിः ദക്ഷണാത് നിഗമകൽപതരോദരിതം സുഖം നിഗമകൽപതരോ ഭരിതം ഗലിതം ഫലം സുഖമുഖാത് അമൃതരവ സംയുതം പിബതാ ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ സൂത ഉവാച യം പ്രവർജന്തമനുപേതമപേതകൃത്യം ദൈപായനോ വിരഹകാതര ആജുഗാവ പുത്രേധി തന്മയതരവോ അമിനേതു സംസർവഭൂതഹൃദയം മുനിമാനതോസ്മി യസ്സാനുഭാവം അഖിലശ്രുതിസാരമേകം അധ്യാത്മദീപം അതിദിദിഷതാം തമോന്ധം സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം തം വ്യാസസൂനും ഉപയാമി ഗുരും മുനീനാം നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തഥോ ജയമുദീരയേ. മുഖം കരോതി വാചാലം പങ്കും ലംഘ്യതേ ഗിരിമുത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തഥോ ജയമുദീരയേ. ഓം തത്സത്. ഹരേ കൃഷ്ണ. അനന്ത പത്മനാഭ സത്സംഗത്തിലെ ശ്രേഷ്ഠരായ ഭക്തരെ എപ്പോഴും കാണാൻ സാധിക്കുന്നതിൽ വളരെ സന്തോഷം. ഹരേ കൃഷ്ണ. കേൾക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ. നന്ദോ പ്രണാമം. കേൾക്കുന്നുണ്ടോ എല്ലാവർക്കും? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഹരേ കൃഷ്ണ കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങൾ എന്തായിരുന്നു? എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്? ഏതൊക്കെ വിഷയങ്ങളായിരുന്നു പറഞ്ഞിരുന്നത്? എൻ്റെ നോക്കിയത് ഞാൻ കണ്ടിന്യൂഷൻ ആണോ ചെയ്യേണ്ടത് അതോ എന്തായിരുന്നു? സ്കന്ധം 3 അധ്യായം 14 44 45 ശ്ലോകം 44 45. പിന്നെ പ്രഭു ഉത്തരവ് ഗോപികമാരോട് പറയുന്നത് പറയാന്ന് പറഞ്ഞു അടുത്ത ക്ലാസ്സിൽ. ഓക്കെ. ഹരേ കൃഷ്ണ. അത്രയും കാര്യങ്ങൾ നമ്മൾ പറയാമെന്ന് പറഞ്ഞു. ശരി, ഹരേ കൃഷ്ണ. അപ്പോൾ നമ്മൾ വായിച്ചു നിർത്തിയത് 45-ാമത്തെ ശ്ലോകം. ഇത് വായിക്കണം. നമ്മൾ വളരെ അതിശയകരവും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അതിശയകരവും എന്നാൽ വാസ്തവവും നമ്മുടെ ജീവിതത്തിന് ഐശ്വര്യം പ്രദാനം ചെയ്യുന്നതുമാണ് ഈ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. നേരത്തെ ഒരു മാതാവ് ചോദിച്ചതുപോലെ എന്തുകൊണ്ടാണ് പ്രഹ്ലാദന് അങ്ങനെ ഒരു ജന്മം ഉണ്ടായത്, അല്ലെങ്കിൽ മഹാബലിക്ക് അങ്ങനെ ജന്മം ഉണ്ടായതെന്നാണ് ചോദിച്ചത്. അപ്പൊ അതിനെ തുടർന്ന് നമ്മൾ വീണ്ടും ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എപ്പോഴും ഭഗവാനെ കുറിച്ച് അന്യോന്യം സംസാരിക്കണം. ഏതാ ശ്ലോകം വരുന്നത്? എപ്പോഴും പറയുന്ന ശ്ലോകങ്ങളാ. ഏതാ ശ്ലോകം? അന്യോന്യം സംസാരിക്കണം. ഏതാ? ഭഗവത്ഗീതയാണ്. ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കണേ. ശരി. ചതുശ്ലോകി എന്ന് പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം ഓർമ്മ പോകുന്നത്. ഭഗവത്ഗീതയില് ഈ ത്രിശ്ലോകി ഭഗവത്ഗീത എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. ഏതാ അത്? ത്രിശ്ലോകി ഭഗവത്ഗീത കേട്ടിട്ടില്ല പ്രഭു.
15-ാമത്തെ ചാപ്റ്ററിലാണ്. ശരി, എസൻസ് ഓഫ് വേദാന്ത പറയുമ്പം അവിടെ ഒരു ശ്ലോകം വീണ്ടും ഓർമ്മ വരുമല്ലോ. എല്ലാ വേദങ്ങളും ഞാനാണ് എന്ന് പറഞ്ഞാൽ അറിവ്, വേദം അറിവ് ഞാനാണ്, എല്ലാത്തിലൂടെയും അറിയേണ്ടത് തന്നെയാണ്. സർവസ്യ ശാഖം കിംസന്യ വിഷ്ണു മത്തസ്മൃതി ജ്ഞാനമമോഘനം ച വേദൈശ്ച സർവൈ അഹമേവ വേദ്യോ വേദാന്ത ഋഗ്വേദ വിദേവ ചാഹം. വെരി ഗുഡ്, ഹരേ കൃഷ്ണ. അതിനെ തുടർന്നുള്ള 16, 17, 18 ശ്ലോകമാണ് ദ എസൻസ് ഓഫ് വേദാന്ത, ത്രിശ്ലോകി ഗീത എന്ന് പറയും. ദ എസൻസ് ഓഫ് വേദാന്ത 16, 17, 18. ശരി, ഏതായാലും എടുത്തതല്ലേ, എന്ന് വായിച്ചാട്ടെ. നമ്മൾ ഈ ത്രിശ്ലോകിയും ചതുശ്ലോകവും എന്നൊക്കെ പറഞ്ഞങ്ങ് പോവും, പക്ഷെ പിന്നീട് ആരും വായിക്കത്തില്ല. ഓം നമോ ഭഗവതേ വാസുദേവായ. ദാമിവോ പുരുഷ ലോകേ സർവാണി ഭൂതാനി കൂടസ്ഥോക്ഷര ഉച്യതേ. ഉത്തമ പുരുഷസ്യ. ഹരേ കൃഷ്ണ. പുരുഷന്മാർ രണ്ടു വിധം, തെറ്റ് പറ്റാവുന്നവരും അല്ലാത്തവരും. ഭൗതിക ലോകത്തിലെ ജീവാത്മാക്കളെല്ലാം തെറ്റ് പറ്റാവുന്നവരാകുന്നു. ആധ്യാത്മിക ലോകത്തിലുള്ള ജീവാത്മാക്കൾക്ക് തെറ്റ് പറ്റുകയില്ല. 17 ഉത്തമ പുരുഷസ്തന്യ പരമാത്മത്യുദാഹിത യോ ലോകത്രയാമവശ്യ വിവർത്തവ്യ ഈശ്വരഃ. ഇവരെ കൂടാതെ പരമപുരുഷനായ പരമാത്മാവ് എന്നറിയപ്പെടുന്ന അവ്യയനായ ഭഗവാനുണ്ട്. അദ്ദേഹം 3 ലോകങ്ങളിലും അന്തർഗതനായി അവയെ പുലർത്തിപ്പോരുന്നു. ശ്ലോകം 18. യസ്മാക്ഷരമതീതോഹമം അക്ഷരാദവി ചോത്തമാം അദോസ്മി ലോകേ വേദേ പ്രതിത പുരുഷോത്തമാ. ഞാൻ ഇന്ദ്രിയാതീതനും ക്ഷരങ്ങൾക്കും അക്ഷരങ്ങൾക്കും അതീതനും സർവശ്രേഷ്ഠനുമായതുകൊണ്ട് ലോകരും വേദങ്ങളും എന്നെ പുരുഷോത്തമൻ എന്ന് പുകഴ്ത്തുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ ഇത്രയും നോട്ട് ചെയ്ത് വെക്കണേ. ഈ 3 ശ്ലോകം ത്രിശ്ലോകി ഭഗവത്ഗീത എന്ന് പറയും. അവസാനത്തെ വിവർത്തനം ഒന്നുകൂടെ പറഞ്ഞ്. ഹരേ കൃഷ്ണ. ഞാൻ ഇന്ദ്രിയാതീതനും ക്ഷരങ്ങൾക്കും അക്ഷരങ്ങൾക്കും അതീതനും സർവശ്രേഷ്ഠനുമായതുകൊണ്ട് ലോകരും വേദങ്ങളും എന്നെ പുരുഷോത്തമനെന്ന് പുകഴ്ത്തുന്നു. ഹരേ കൃഷ്ണ. എന്നെ പുരുഷോത്തമൻ എന്ന് വിളിക്കുന്നു. ഭഗവാനെ പുരുഷോത്തമൻ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പം ഈ ഗുണങ്ങൾ ഉണ്ടായതുകൊണ്ട് പുരുഷോത്തമൻ എന്ന് പറയുന്നു. അപ്പം ഭഗവാൻ എന്ന് വിളിക്കുന്നത് കൊണ്ടാ ഷഡ്ഐശ്വര്യങ്ങൾ ഉള്ളത് കൊണ്ട്. ഷഡ്ഐശ്വര്യങ്ങൾ ഉള്ളത് കൊണ്ട്. എന്താ ഷഡ്ഐശ്വര്യങ്ങൾ? ഏതൊക്കെയാ? കീർത്തി, ബലം, ശക്തി. എന്തോ പറഞ്ഞോ മാതാജി? പറഞ്ഞോളൂ. ഐശ്വര്യം, കീർത്തി, ശക്തി, ത്യാഗം, ജ്ഞാനം, ജ്ഞാനം, സൗന്ദര്യം, ശക്തി, അറിവ്, സമ്പത്ത്, ഐശ്വര്യം. ക്രമത്തിലൊന്ന് പറഞ്ഞാട്ടെ. ശ്ലോകം ഏതാ? ഐശ്വര്യസ്യ സമഗ്രസ്യ വീരസ്യ യശ ശ്രിയ ജ്ഞാന വൈരാഗ്യ ശൈവ ശന്നാം ഭഗ ഇതിങ്കന. ഭഗവാൻ. അപ്പം ആദ്യം വരുന്നത് എന്തുകൊണ്ട്? ഏതാ? ഐശ്വര്യം, ഐശ്വര്യസ്യ. ആദ്യത്തെ വാക്ക് ഐശ്വര്യമാണ്. ഐശ്വര്യം, കീർത്തി, വീര്യം എന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത് അല്ലെ, ശക്തി. യശസ്, ശ്രേയസ്. ശ്രീയ, ശ്രീയ ഐശ്വര്യത്തിന്റെ മറ്റൊരു ഇതാണ് ശ്രീയ. ജ്ഞാനം. പിന്നെ 6ാമത്തെ സംഭവം എന്താ? ത്യാഗം. പരിത്യാഗം, പരിത്യജ്യം. എല്ലാം
ത്തിനോടും ഒരു നിഷ്പക്ഷമായ, അതായത് ഒന്നും എന്റേതല്ല എന്ന നിലപാട്, എല്ലാം വിട്ടുകൊടുക്കാനുള്ള ഒരു ത്വര. aloof അതാണ് from everything. Aloof from അതെ. everything. ഹേ കൃഷ്ണ കരുണാ സിന്ധു, അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ കരുണാകരൻ അല്ലെങ്കിൽ എന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള ഒരാളിനെ കരുണാകരൻ എന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ. ശരിയല്ലേ? കരുണ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ ദുഃഖത്തിലും ദുഃഖം ചേരണം. മറ്റുള്ളവരുടെ ഇല്ലായ്മയിൽ നമുക്ക് കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടാകണം. അതുപോലെ തന്നെ ഒന്നും എൻ്റേതല്ല എന്നൊരു തോന്നലുണ്ടാകണം. എല്ലാം എൻ്റേതാണ്, ഇതെനിക്ക് കുട്ടികളുടെ ശാഠ്യം പോലെ, ഞാൻ കൊടുക്കില്ല എന്ന് പറയുമ്പം അവിടെ പരിത്യാഗം വരുന്നില്ല. അപ്പൊ ഈ ഒരു ക്വാളിറ്റി ഭഗവാന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഭഗവാൻ കൈ രണ്ടും പൊക്കി അല്ലെങ്കിൽ ഫ്ലൂട്ടും വായിച്ചിരിക്കുന്നത്. ഭക്തർക്ക് കൊടുക്കാനായിട്ട് ഇങ്ങനെ കനിഞ്ഞ് അനുഗ്രഹിച്ചിരിക്കുകയാണ്. വർക്കനാഥസ്വാമി ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ എന്താ കാണുന്നത്? കൈ ഇങ്ങനെ കൊടുക്കുകയാണ്, കഴിഞ്ഞിരിക്കുകയാണ്, നീട്ടി വെച്ചിരിക്കുകയാണ്. എല്ലാം കൊണ്ടുപോയിക്കോളാം, പക്ഷെ ചെല്ലുന്നില്ല. വാങ്ങിക്കാൻ ആരും ചെല്ലുന്നില്ല എന്നുള്ളതാണ്. അല്ലേ? ശരിയല്ലേ? ആണോ? അല്ലേ? ശരിയോ തെറ്റോ? ഹരേ കൃഷ്ണ. അപ്പം അങ്ങനെയുള്ള ഒരാളിനെയാണ് ഭഗവാൻ എന്ന് വിളിക്കുന്നത്. പറഞ്ഞു വന്നത് എന്താ? അപ്പൊ അങ്ങനെ കഴിഞ്ഞ ശ്ലോകത്തില് നമ്മൾ കണ്ടു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അസുരകുലത്തില് വലിയൊരു മഹാഭക്തൻ, അതും ഭഗവാനോളം കീർത്തീകരിക്കുന്ന രീതിയിൽ, കീർത്തി കിട്ടത്തക്ക രീതിയിൽ അനുഗ്രഹീതനായ ഒരു കുഞ്ഞ് പിറന്നു, പ്രഹ്ലാദൻ പിറന്നു. എന്തുകൊണ്ടായിരുന്നു? ഒന്ന് ഭർത്താവിന്റെ അനുഗ്രഹം, കശ്യപ മഹർഷിയുടെ അനുഗ്രഹം. എന്തുകൊണ്ട് കശ്യപ മഹർഷി അനുഗ്രഹിച്ചു? അചഞ്ചലമായ വിശ്വാസം ഭഗവാനിലുള്ളത്. എന്റെ കുഞ്ഞുങ്ങള് ബ്രാഹ്മണ ശാപം വരുത്താൻ പാടില്ല. എന്റെ കുഞ്ഞുങ്ങളിൽ ബ്രാഹ്മണ ശാപം, വൈഷ്ണവ ശാപം ഉണ്ടാകാൻ പാടില്ല. നോക്കൂ, ഒരു മാതാവിന്റെ ചിന്ത. അവന് ഗുരുശാപം ഉണ്ടാകാൻ പാടില്ല. നമോ ബ്രഹ്മണ്യ ദേവായ ഗോ ബ്രാഹ്മണ ഹിതായ ച ജഗത് ഹിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. അറിഞ്ഞോ അറിയാതെയോ നമ്മളൊരു വൈഷ്ണവരെ അപരാധം ചെയ്യാൻ പാടില്ല എന്ന്. അതുകൊണ്ട് തന്നെ എന്റെ കുഞ്ഞിന് ഭഗവാന്റെ കൈകൊണ്ട് മുക്തി ലഭിച്ചോട്ടെ, ഭഗവാൻ വധിച്ചോട്ടെ എന്ന് പറഞ്ഞു. അനുഗ്രഹം അതിൽ സംപ്രീതനായി. എങ്കിലും ദിതിക്ക് സമാധാനം വന്നില്ല. ദിതിയുടെ ഗർഭത്തെ 100 വർഷത്തോളം വഹിച്ചുകൊണ്ട് നടന്നു. അങ്ങനെ സ്ത്രീക്ക് കഴിയുമോ ഇല്ലേ? ഫിസിക്കലി അല്ലെ, നമ്മൾ പ്രാക്ടിക്കലിയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കും. ഇതൊക്കെ ലോജിക്കായിട്ട് ചിന്തിക്കാൻ പറ്റുമല്ലേ? പറ്റുമോ ഇല്ലേ? ഇല്ല പ്രഭു, പറ്റില്ല. ഇതെല്ലാം അതീന്ദ്രിയമായ കാര്യങ്ങളാണ്. യഥാർത്ഥത്തിൽ പറ്റും. സുഖദേവ ഗോസ്വാമി എത്ര വർഷത്തിന് ശേഷമാണ് പുറത്തു വന്നത്? 11 വർഷം. 16 വർഷം. 16 വർഷം. മഹാപ്രഭു എത്ര മാസത്തിന് ശേഷമാണ് പുറത്തു വന്നത്? മഹാപ്രഭു, ചൈതന്യ മഹാപ്രഭു 12 മാസമാണ്. 12 മാസം. ബലരാമൻ ആദിശേഷൻ എത്ര ദിവസം കൊണ്ടാണ് പുറത്തു വന്നത്? ഹരേ കൃഷ്ണ, പറയൂ. പ്രഭു പറയൂ. പ്രഭു എനിക്കറിയാത്തോണ്ടാ ചോദിക്കുന്നത്, ഓർമ്മ വരുന്നില്ല. പറയൂ. നമ്മളതെല്ലാം ബലരാമ അവതാരത്തിൽ പറഞ്ഞു. ഈ ഓർമ്മിക്കാത്തത് കൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെയൊക്കെ ഉണ്ടെന്നറിയാം, പക്ഷെ ഇത് വീണ്ടും വീണ്ടും ഓർമ്മിക്കാത്തത് കൊണ്ടാണ് ചോദിക്കുന്നത്. അല്ലാതെ ഞാൻ അവിടേക്കും ഒരു ക്വസ്റ്റ്യൻ, ഒരു ഇന്റർവ്യൂ അല്ല.
അറിയാൻ വയ്യാത്തതുണ്ട്. ഓർമ്മ വരാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. 5-ാമത്തെ 6-ാമത്തെ ദിവസമാണ് പതിവ്രതയായ ഒരു സ്ത്രീക്ക്, പതിവ്രതയായ സ്ത്രീക്ക് തന്റെ മനസ്സിനെ പിടിച്ചു നിർത്താൻ പറ്റും. സന്യാസികള് എന്തുകൊണ്ട് അവര് ദിവസങ്ങളോളം, മാസങ്ങളോളം, വർഷങ്ങളോളം ആഹാരം കഴിക്കാൻ ജീവിക്കുന്നു? എന്തുകൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നു? അവരുടെ മനസ്സിന്റെ തീരുമാനത്തിന്, മനസ്സിന്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ അവർക്ക് കഴിവുണ്ട്. പ്രത്യാഹാര പ്രഭു. പ്രത്യാഹാരം. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ ഒരു കഴിവുണ്ട്. അതിനെ ഓർമ്മിക്കാതിരിക്കാൻ ഒരു കഴിവുണ്ട്. നമ്മൾ വിശപ്പ് എന്ന ഒരു സംഭവത്തെ ഒരു പ്രോസസ്സിംഗ് ആണ്, നാച്ചുറൽ പ്രോസസ്സിംഗ് ആണ്. ഒരു ഹ്യൂമൻ ബീങ്, ഒരു മനുഷ്യനാണെങ്കിലും ഒരു ജീവിക്കാണെങ്കിലും ഉണ്ടാകുന്ന ഒരു നാച്ചുറൽ പ്രോസസ്സിംഗ് ആണ് വിശപ്പ് ഉണ്ടാവുക എന്നുള്ളത്. ആ വിശപ്പിന് വേണ്ടിയിട്ട്, ശരീരത്തിന് ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ നമുക്ക് ടേസ്റ്റ്, രുചി എന്നൊരു സംഭവം തന്നത്. രുചി തന്നില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ആഹാരം കഴിക്കില്ലായിരുന്നു. ഇപ്പൊ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആഹാരം വേണം സാധാരണഗതിയിൽ. അതേസമയം ഒരു ഡിറ്റാച്ച്മെന്റ് എന്നൊരു പ്രോസസ്സിലൂടെ പോകണമെന്നുണ്ടെങ്കിൽ ഈ ആഹാരത്തെ വർജിക്കണം. അപ്പൊ ആഹാരത്തെ എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ആഹാരത്തെ പറ്റി ചിന്തിക്കുമ്പോഴാണ് ആന്തരികമായി അതിന്റെ പ്രോസസ്സിങ് നടക്കുന്നത്. നമ്മൾ പറയത്തില്ല കുഞ്ഞുങ്ങളോട്, ഇപ്പൊ അവനെ ഓർമ്മിപ്പിക്കല്ലേ, ഓർമ്മിപ്പിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാവേ. ശരിയോ തെറ്റോ? ആണോ? ശരിയാ പ്രഭു, നമ്മൾ ഓർമ്മിക്കുമ്പോഴാണ്. അതുപോലെ തന്നെ നമ്മൾ മെന്റൽ ഹോസ്പിറ്റലൊക്കെ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മാനസികമായി ചിത്തഭ്രമം സംഭവിച്ചവർക്ക് ഏത് സമയത്തായിരിക്കും അവർക്ക് ചില വൈലന്റ് ആവുന്നത്? ഇതേപോലെ അവർക്ക് ജീവിതത്തിൽ എവിടെയോ എന്തോ ഭയം തട്ടിയ ആ നിമിഷങ്ങളെ പറ്റി ഓർമ്മിക്കുമ്പോഴാണ് അവൻ വൈലന്റ് ആകും. ശരിയല്ലേ? അപ്പൊ ആ ഓർമ്മയെ എടുത്തു കളയുക എന്നുള്ളതാണ് നെക്സ്റ്റ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളു കാര്യം. അപ്പം ആ നൈഷ്ഠിക ബ്രഹ്മചാരികളായ സന്യാസിമാർക്ക്, മുനിമാർക്ക്, ഋഷിമാർക്ക് അവർക്ക് ആ ആഹാരത്തെ ഓർമ്മിക്കാതിരിക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ അതുപോലെ ഇവിടെ പതിവ്രതയായ ഒരു സ്ത്രീക്ക് മാനസികമായി അത്തരം നിയന്ത്രണത്തിലൂടെ പോകാനുള്ള കഴിവുണ്ടാകുമ്പോൾ അവര് പറയുന്നിടത്ത് മനസ്സ് നിൽക്കും. മനസ്സ് നിർത്തുന്നിടത്തോളം കാലം അവർക്ക് അവരുടെ ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാനും സാധിക്കും എന്നർത്ഥം. ആർട്ടിഫിഷ്യൽ മരുന്നുകളൊന്നും കഴിക്കേണ്ടി വരത്തില്ല എന്നർത്ഥം. മനസ്സിലാവുന്നുണ്ടോ? ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? അതുകൊണ്ടാണ് പണ്ടുള്ളവർ പറഞ്ഞത്, ഒരിക്കലും സ്ത്രീ ശാപം പിടിച്ചു വെക്കരുത് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കുടുംബത്തിൽ സ്ത്രീയുടെ കണ്ണുനീരുണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടോ കാര്യങ്ങൾ? മനസ്സിലാവുന്നു. കുടുംബത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമ്മൾ പതിവ്രതയായ സ്ത്രീയോടെ ആണോ പെരുമാറുന്നത് അല്ല നമുക്കറിയത്തില്ല. അപ്പം കോമൺ ആയിട്ട് നമ്മൾ മാതാജിമാരുടെ അടുത്ത് വളരെ വളരെ സീരിയസ് ആയിട്ടാണ് പെരുമാറേണ്ടത്. ഹരേ കൃഷ്ണ. അപ്പോൾ അവിടെ അങ്ങനെ ദിദിക്ക് 100 വർഷം, ആ സമയത്തൊക്കെ അവിടെ മുഴുവൻ ഇരുട്ട് സംഭവിക്കുകയാണ്. ദേവലോകം മുഴുവൻ ഇരുട്ട് സംഭവിക്കുകയാണ്. പോട്ടെ, അതെല്ലാം കഥകൾ അങ്ങനെ അവിടെ നിൽക്കട്ടെ. ബാക്കി നമുക്ക് വീട് അവസരത്തിൽ പറയാം. കഴിഞ്ഞ ആഴ്ചത്തെ കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ. അപ്പൊ അങ്ങനെ 47-ാമത്തെ ശ്ലോകം, 46-ഉം 47-ഉം ശ്ലോകം നമുക്കൊന്ന് വായിക്കാം. വായിച്ചിരുന്നോ? ഇല്ല, വായിച്ചിരുന്നോ? ഒന്നായിക്കട്ടെ. യോഗൈർഹേമേവ ദുർവണ്ണം ഭാവയിഷ്യന്തി സാധവഃ. എടുത്തോ. ശ്രീമദ് മഹാഭാഗവതം 3-ാമത്തെ സ്കന്ധം 14-ാമത്തെ അധ്യായം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ.
ഓം നമോ ഭഗവതി വാസുദേവായ. സ്കന്ധം 3, അധ്യായം 14, ശ്ലോകം 46. യോഗേ ഹേമേവ ദുർവർണം ഭാവയിഷ്യന്തി സാധവഃ നിർവൈരദ്ഭിർ ആത്മാനം യച്ഛിതം അനുവർത്തിതും. ഹരേ കൃഷ്ണ. വിവർത്തനം ഇംഗ്ലീഷ് പ്രഭു. വായിച്ചോളൂ. Translation, Jai Srila Prabhupada ki jai. In order to follow in his footsteps, saintly person will try to emulate his character by practicing freedom from animosity, just as the purifying process rectified gold of inferior quality. Hare Krishna. ആർക്കും മലയാളം വായിക്കാം? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. യോഗൈർഹേമേവ ദുർവർണം പാവയിഷ്യന്തി സാധവഃ നിർവൈരാദി അഭിമാത്മാനം യച്ഛീലമനുവർത്തിതും. വിവർത്തനം ശ്രീല പ്രഭുപാദ കി ജയ്. ഹരേ കൃഷ്ണ. അവന്റെ കാലടികളെ പിന്തുടരുന്നതിന്റെ ഭാഗമായി വിശുദ്ധിയുള്ള വ്യക്തികൾ ഗുണം കുറഞ്ഞ സ്വർണം ശുദ്ധീകരിക്കുന്ന പ്രക്രിയ പോലെ വിദ്വേഷങ്ങളിൽ നിന്ന് മോചനം നേടാൻ പരിശീലിച്ച് അവന്റെ സ്വഭാവത്തെ അനുകരിക്കാൻ ശ്രമിക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എന്താ മനസ്സിലാക്കിയത്? ഒന്നുകൂടെ വായിച്ച വിവർത്തനം. അവന്റെ കാലടികളെ പിന്തുടരുന്നതിന്റെ ഭാഗമായി. ആരുടെ കാലടികളെ? പ്രഹ്ലാദന്റെ കാലടികളെ. ശ്രേഷ്ഠനായ ഒരു ഭക്തന്റെ കാലടികളെ പിന്തുടരുന്നതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു? വിശുദ്ധിയുള്ള വ്യക്തികൾ ഗുണം കുറഞ്ഞ സ്വർണം ശുദ്ധീകരിക്കുന്ന പ്രക്രിയയെ പോലെ വിദ്വേഷങ്ങളിൽ നിന്ന് മോചനം നേടാൻ പരിശീലിച്ച് അവന്റെ സ്വഭാവത്തെ അനുകരിക്കാൻ ശ്രമിക്കും. എന്ത് സ്വഭാവത്തെ? പ്രഹ്ലാദന്റെ പോലുള്ള ശുദ്ധീകരണ പ്രക്രിയയിലൂടെയാണ് അതെ സംഭവിച്ചു. ശുദ്ധീകരണ പ്രക്രിയ എന്താണ്? ശുദ്ധീകരണ പ്രക്രിയ നമ്മളിൽ ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങളെ മിനുക്കിയെടുക്കണം. അതായത് ഫിൽട്ടർ ചെയ്തെടുക്കണം. നല്ലോണം ക്ലീൻ ചെയ്യണം. പണ്ടുള്ള വീടുകളിലൊക്കെ ഈ പുരാതന പണ്ടുള്ള തറവാടുകളാണെങ്കിൽ നിലവിളക്കളൊക്കെ ക്ലാവ് പിടിച്ച് പത്തായപ്പുരയ്ക്കകത്ത് കാണാൻ പറ്റും, ഇല്ലേ? മുത്തശ്ശിമാരും ഉള്ള വീടുകളാണെങ്കിൽ അവരത് എടുത്ത് കൊണ്ടുവന്ന് നല്ലോണം തവിടിട്ട്, ഇല്ലേ? തവിടിട്ട് തേച്ച് ഉമി. ഹരേ കൃഷ്ണ. ഉമിയിട്ട് തേച്ച് ക്ഷമയോടെ, കുറച്ച് സമയം എടുക്കും, ക്ഷമയോടെ അത് തേച്ചിരിക്കും. അപ്പോൾ എന്തു പറ്റും? അവസാനം അത് സ്വർണം പോലെ തിളങ്ങും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ സമയത്തൊക്കെ ഇതൊരു അത്ഭുതമായിരുന്നു. സ്വർണം പോലെ തിളങ്ങും, അല്ലേ? കൃഷ്ണ ബലറാം ക്ഷേത്രത്തിലെ ഒരു പ്രഭു ഉണ്ട്. രാവിലെ വന്നിട്ട് വിളക്കെല്ലാം എടുത്ത് അവിടെ ഇരുന്ന് ആ ഇരിപ്പ് തന്നെ അങ്ങ് മടുത്തിട്ട് അങ്ങ് ഇരിക്കും. ആ തേച്ച് കഴിഞ്ഞ് അങ്ങ് കഴിയുമ്പോ ആ പ്രഭുവിന്റെ കളറ് പഴയ വിളക്കിന്റെ പോലെ ആയി. ഹരേ കൃഷ്ണ. അങ്ങനെ ക്ഷമയോടെ ഇരുന്ന് ക്ലീൻ ചെയ്യണം. എങ്ങനെ ക്ലീൻ ചെയ്യും? പ്രഹ്ലാദ മഹാരാജന്റെ കാൽപ്പാടുകളെ പിന്തുടർന്ന്. എന്താണ് പ്രഹ്ലാദ മഹാരാജന്റെ കാൽപ്പാടുകളില്? ഭഗവത് സേവനത്തിന്റെ പാത മാത്രമേ പ്രഹ്ലാദ മഹാരാജന്റെ പാദമുദ്രകളിൽ കാണാൻ പറ്റത്തുള്ളൂ, കാൽപ്പാടുകളിൽ കാണാൻ പറ്റത്തുള്ളൂ. ഏത് സമയത്തും ഭഗവാനെ ധ്യാനിച്ചിരിക്കുക, ഭഗവാനെ അടിസ്ഥാനമാക്കി കരോഷ്യദസ്നാസി യജ്ജുഘോഷ്യദാസ്യത് യത്തവസ്യസ്യ കൗതേയ തത്കുരുഷമതർപ്പണം. എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാലും അതിന് ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട്. അച്ഛൻ രാജാവൊക്കെയാണ്, ശരിയാണ്. പക്ഷേ അച്ഛൻ ഈശ്വരനല്ല, ഭഗവാനല്ല. അച്ഛന് ഈ ഇരിക്കുന്ന സിംഹാസനം പോലും ഭഗവാന്റെ കൃപയാലാണ് എന്ന തിരിച്ചറിവ്, അത് അച്ഛനെ പോലും ഉപദേശിക്കാനുള്ള ഒരു മനസ്സ്. അച്ഛന് ദേഷ്യം വന്നിട്ട് പോലും
പ്രഹ്ലാദൻ എത്രയോ ആപത്തുകൾ, ഇതൊക്കെയാണ് നമ്മൾ ഓർമ്മിക്കേണ്ടത്. എത്രയോ ആപത്തുകളിൽ ഭഗവാൻ പ്രഹ്ലാദൻ ചെന്ന് പെട്ടു. അവിടെ നിന്നെല്ലാം രക്ഷ നേടി. അതിൻ്റെ മറ്റൊരു റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ആ വശം നമ്മൾ ചിന്തിക്കണം. ആ ഒരു ഭക്തനെ കൊണ്ട് അച്ഛന് മോക്ഷം കിട്ടി, ഇല്ലേ? ആണോ അല്ലേ? ആണോ അല്ലേ? അതെ പ്രഭു. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു കുടുംബത്തിലൊരു കുഞ്ഞ് നല്ല രീതിയിൽ വന്നു കഴിഞ്ഞാൽ, ഭഗവാന്റെ അനുഗ്രഹത്തോടെ വളർന്നു കഴിഞ്ഞാൽ, ആ കുടുംബത്തിന്റെ 7 തലമുറകൾക്ക് മുമ്പും പിമ്പും രക്ഷപ്പെടുമെന്നുള്ളതാണ്. അതിന് വിശിഷ്യ നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്? ആദ്യം ഒരു മാതാവാണ് അതിനെപ്പറ്റി ചിന്തിക്കേണ്ടത്. ആ മാതാവ് അതിനെപ്പറ്റി ചിന്തിക്കുകയും അതിന് അനുസരിച്ചിട്ട് മുന്നോട്ട് പോകാനുള്ള ജീവിതക്രമങ്ങൾ ചിട്ടപ്പെടുത്തുകയുമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിനനുസരിച്ചിട്ടുള്ള ഒരു പുരുഷനെ തെരഞ്ഞെടുക്കണം എന്നർത്ഥം. ശരിയല്ലേ? ആണോ? അപ്പോൾ ഓരോ പെൺകുട്ടികളും നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ കുടുംബത്തില് നമ്മുടെ സംസ്കാരം, നമ്മുടെ പുരോഗമനം എല്ലാം ചിന്തിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അനുയോജ്യമായ ഒരു വ്യക്തിയാണോ എൻ്റെ മുന്നിൽ നിൽക്കുന്നത് എന്ന് വിദ്യാസമ്പന്നയായ പെൺകുട്ടി ചിന്തിക്കണം. ഇന്നിവിടെ കണ്ടുവരുന്നത് ശാരീരികമായിട്ടുള്ള ആകർഷണം, ശരിയിലും നോട്ടത്തിനുമുള്ള ആകർഷണം, മറ്റൊന്നും ചിന്തിക്കുന്നില്ല. അതും ഇതിനെപ്പറ്റി തിരിച്ചറിയാൻ പറ്റാത്ത ഒരു പ്രായം. ഭാഗവതം വായിക്കുമ്പോൾ ഇതെല്ലാം നമ്മൾ ചിന്തിക്കേണ്ടതാണ്, ഇതെല്ലാം ചർച്ച ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഈ കഴിഞ്ഞ ആഴ്ച കൂടി നമ്മൾ കേൾക്കാൻ പാടില്ലാത്ത വാർത്തകളാണ് പത്രങ്ങളിലൂടെ വരുന്നത്. 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന, എല്ലാവരും വായിച്ചിട്ടുണ്ടോ? 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും, ഇല്ലേ? ശരിയല്ലേ പറഞ്ഞേ? ശരിയോ തെറ്റോ പറയുന്നത്? കേട്ടിട്ടുണ്ടോ? വാർത്ത കേട്ടോ? അറിഞ്ഞു? ശാസ്താംകോട്ട കായലിൽ ഒഴുകി നടക്കുന്നു. നോക്കണം, ആലോചിച്ച് നോക്കണം. ആധ്യാത്മികതയുടെ കുറവാണ് സംഭവിക്കുന്നത്. കുട്ടികളെ പഠനം എന്ന് മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മഹാമന്ത്രം ജപിക്കാനുള്ള അറിവില്ലാതെയാകുന്നു. നമ്മൾ വിചാരിക്കുന്നത് നിസ്സാര മന്ത്രമാണ്, എപ്പോഴും കേൾക്കുന്ന മന്ത്രമാണ്. പക്ഷെ നമ്മൾ ഒന്നുകൂടെ സമൂഹത്തിൽ എത്തിച്ചേരുമ്പോൾ ഹരേ കൃഷ്ണ അറിയാം, ഹരേ കൃഷ്ണ 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 രാമ രാമ സത്യം എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയുന്നില്ല. ഇതൊരു മന്ത്രമാണ്, ഇങ്ങനെയാണ് ഇതിന്റെ വാക്കുകൾ, പദങ്ങൾ ഇങ്ങനെയാണ് എന്ന് അവരറിയുന്നില്ല. അത് അവരുടെ നാവിൽ എത്തിച്ചെങ്കിലല്ലേ അവർക്ക് വായിക്കാൻ പറ്റത്തുള്ളൂ, കേൾക്കാൻ പറ്റത്തുള്ളൂ. അതിന്റെ ഉത്തരവാദി ആരാണ്? അച്ഛനമ്മമാരാണ്. എപ്പോഴും ഉദ്യോഗം, ജോലി, വലിയ ആളാവണം. ശരിയാണ്, ഇതെല്ലാം ഏതൊരു അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്ന ഒന്നാണ്. തീർച്ചയായിട്ടും ഞാനും ഒരു അച്ഛനാണ്, എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ്. പക്ഷേ അത് അതിൻ്റെതായ രീതിയിൽ ഒരു സ്ഥാനത്ത് അവൻ ചെയ്യുന്ന ആ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ചിട്ടുള്ള സ്ഥാനത്തിരിക്കുമ്പോൾ ആ സ്ഥാനം ഏത് രീതിയിൽ കൊണ്ടുപോകണമെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ തിരുവിതാംകൂർ രാജാവിനെ പോലെ ആയിരിക്കണം, പത്മനാഭദാസനാകണം. ശരിയല്ലേ? ഭഗവാനെ മനസ്സിലാക്കണം. എന്റെ കൈകൊണ്ട് ഇന്ന് എത്ര രോഗികളെ ആശ്വസിപ്പിക്കാൻ സാധിക്കും ഭഗവാനെ എന്ന് ചിന്തിക്കുമ്പോൾ ആ കൈപുണ്യം എത്രയായിരിക്കും? ശരിയല്ലേ പറഞ്ഞത്? ആണോ അല്ലേ? ഹരേ കൃഷ്ണ. അർജുനനെ പോലെ ആകണമെന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഭഗവത്ഗീത പഠിപ്പിച്ചു കൊടുക്കണം. അർജുനൻ എങ്ങനെയാണ് വിജയം കിട്ടിയതെന്നുള്ളത് പ്രാക്ടിക്കലായിട്ട് കാണിച്ചു കൊടുക്കണം. അർജുനേക്കാൾ എത്രയോ മിടുക്കനായിരുന്നു കർണൻ. ശരിയല്ലേ? ആണോ?
അതെ. കർണൻ എന്തുകൊണ്ട് പരാജയം സംഭവിച്ചു? ഭഗവാന്റെ കാൽപ്പാടുകളെ പിന്തുടർന്നില്ല. ഇവിടെ അതാണ് പറയുന്നത്, ഭഗവാന്റെ കാൽപ്പാടുകളെ അല്ലെങ്കിൽ ഭഗവാന്റെ ശിഷ്യന്മാരുടെ കാൽപ്പാടുകളെ പിന്തുടരുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ വേണ്ടാത്ത കാര്യങ്ങളെല്ലാം ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും ഒഴിവാകുകയും നല്ല ഒരു തേച്ച് മിനുക്കിയ സ്വർണം പോലെ തിളങ്ങി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നല്ലൊരു എനർജി, ഊർജം ഉണ്ടാകും. അത് ഭഗവാനിൽ നിന്നുള്ള ഡയറക്റ്റ് ഊർജമായിരിക്കും. അതദ്വാസയതോ സൂര്യോ ശാങ്കോന പാവക. എന്താ ഗത്വാന നിവർത്തന്തേ ദദ്ധാമാ പരമം മമ. എന്റെ ആവാസസ്ഥാനത്ത് എത്തുന്നവർക്ക് അവിടെ സൂര്യചന്ദ്രന്മാരില്ല. അപ്പൊ ഭഗവാന്റെ ശരീരത്തിൽ നിന്നുള്ള റിഫ്ലക്ഷനാണ് സൂര്യൻ പ്രകാശിക്കുന്നത്. അതുപോലെ നമ്മുടെ ശരീരവും ഭഗവാനിൽ നിന്നുള്ള നേരിട്ടുള്ള ഊർജം നമ്മുടെ ശരീരത്തിൽ എത്തും. അതാണ് അർജുനൻ അവിടെ സംഭവിച്ചത്. അതാണ് നാരദ മഹർഷിക്കുണ്ടായ ശ്രേഷ്ഠത. അതുകൊണ്ട് തന്നെയാണ് നാരദ മഹർഷിയെ കണ്ടിട്ട് ആ പാപയോനികളിൽ പെടുന്ന 3 ജന്മത്തിന് മോക്ഷം കിട്ടുന്നതെന്ന് ചുരുക്കി പറയുകയാണ്. ഏതൊക്കെയാണ്? പുഴുവായി വന്നത്, പശുവായി വന്നത്, ഇല്ലേ? ആണോ? പുഴുവായി വന്നത്, പശുക്കുട്ടിയായി വന്നത്, മനുഷ്യനായി വന്നത്. ശരിയോ തെറ്റോ? കഥകൾ അറിയാവുന്നത് കൊണ്ട് ഞാൻ നീട്ടി പറയുന്നില്ല. ശരിയല്ലേ? ഓർമ്മയില്ലേ? അപ്പൊ അങ്ങനെ 47-ാമത്തെ ശ്ലോകത്തിലൂടെ നമ്മൾ പോവുകയാണ്. യത് പ്രസാദാദിദം വിശ്വം. വായിച്ചാട്ട് ആ ശ്ലോകം കൂടെ ഒന്ന് വായിച്ചാട്ട്. ഹരേ കൃഷ്ണ. യത് പ്രസാദാദിപം വിശ്വം പ്രസീദതി യദാത്മകം സാ സ്വദൃക് ഭഗവാൻ യസ്യ തോഷിതേനന്യയാദൃശ. വിവർത്തനം. ശ്രീല പ്രഭുപാദർക്ക് ജയ്. ഹരേ കൃഷ്ണ. ഭഗവാനേക്കാൾ ഉപരിയായി ഒന്നും ഇച്ഛിക്കാത്ത ഭക്തനിൽ എപ്പോഴും പ്രസാദിക്കുന്ന ലോകത്തിന്റെ പരമോന്നത നിയന്താവും പരമ ദിവ്യോത്തമ പുരുഷനുമായ ഭഗവാനാൽ എല്ലാവരും സംതൃപ്തരാക്കപ്പെടും. ഭഗവാനേക്കാൾ ഉപരിയായി ഒന്നും ഇച്ഛിക്കാത്ത ഭക്തനിൽ എപ്പോഴും പ്രസാദിക്കുന്ന ലോകത്തിന്റെ പരമോന്നത നിയന്താവും. ഏതാ ശ്ലോകം വരുന്ന ഭഗവത്ഗീതയില്? പരമോന്നത നിയന്താവ്. 2-3 ശ്ലോകങ്ങൾ വരുന്നു. ഏതൊക്കെയാ? നേരത്തെ പറഞ്ഞ ചതുശ്ലോകി ഭഗവത്ഗീത ഫസ്റ്റ് ശ്ലോകം എന്താ പറയുന്നത്? പ്രഭോ മത്ത സർവം പ്രവർത്തതേ ഇതി മത്വാ ഭജന്തേ മാം ബുധാഭാവ സമന്വിതാഃ മച്ചിത്താ മദ്ഗത പ്രാണാ ബോധയന്താ പരസ്പരം. അതൊക്കെ പരമോന്നതൻ എന്നിൽ നിന്നാണ് നിയന്താവ്. മയത്യക്ഷേണ പ്രകൃതി ചരാചരം. ചെല്ലു. മയത്യക്ഷേണ പ്രകൃതി സൂയതി സചരാചരം. ഫുള്ള് ശീല പ്രഭുപാദർ ഏറ്റവും കൂടുതൽ കോട്ട് ചെയ്തിട്ടുള്ള ശ്ലോകമാണ് ശീല പ്രഭുപാദരുടെ പ്രഭാഷണങ്ങളിൽ. ഒരു ക്ലൂ. മയത്യക്ഷേണ പ്രകൃതി സൂയതി സചരാചരം. ഏതു നാനേന കൗന്ദേ പരിവർത്തതേ അല്ലേ? അങ്ങനല്ലേ? അർജുന, എൻ്റെ ഒരു ചെറിയ നോട്ടം കൊണ്ടാണ് ഈ സർവജീവജാലങ്ങളും സൃഷ്ടി എടുക്കുന്നതും നിലനിൽക്കുന്നതും ചലിക്കുന്നതും ചലിക്കാതിരിക്കുന്നതും. അല്ലേ? ഇത്ര അറിഞ്ഞാൽ മതി. പിന്നെ വേറെന്താ പറയുന്നത്? സൂത്രേ മണികണായിവ. ഏതാ ശ്ലോകം വരുന്നത്? സൂത്രേ മണികണായിവ. വായിച്ചാട്ടെ. മത്ത പരതരം ജ്ഞാനാഞ്ജയ മയി സർവമിദം പ്രോതം സൂത്രേ മണിഗണായിവ. ഹരേ കൃഷ്ണ. ഒരു നൂലിന്മേൽ കുറുക്കപ്പെട്ട മുത്തുകളെ പോലെയാണ്. അല്ലെ? അപ്പൊ ഈ നൂല് പൊട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മുത്തുകൾ താഴ്പോകും. അതുപോലെ
എന്നിലാണ് എല്ലാം കോർത്തിണക്കപ്പെട്ടിരിക്കുന്നുള്ള യാഥാർത്ഥ്യബോധം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അവിടെ പറഞ്ഞപ്പോ അങ്ങനെയാണ്. ഇപ്പൊ ഭഗവാനേക്കാൾ അങ്ങനെ വരുമ്പം നമ്മള് ഭക്തിയുടെ തലങ്ങളിൽ 3 ഉണ്ട്. ഒന്നുമില്ലാത്ത അവസ്ഥ. ഇത് ഞാൻ പറഞ്ഞായിരുന്നു, നിത്യഭക്തൻ ഇതൊക്കെ പറഞ്ഞിരുന്നോ? പറഞ്ഞു പ്രഭു. പറഞ്ഞു. ഓക്കെ. അപ്പൊ അവിടെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പം അവിടെയാണ് വീണ്ടും നാരദ മഹർഷി ഇല്ല, ഉദ്ധവര് പറഞ്ഞിരുന്നോ? ഉദ്ധവരും ഗോപികമാരുമായിട്ടുള്ള സംഭവം ഇതെല്ലാം ഞാൻ പറയാമെന്ന് പറഞ്ഞത് അല്ലേ? അതെ അതെ പ്രഭു, അതെ. ഉദ്ധവരും ഗോപികമാരുമായിട്ട്. ഗോപികമാരുടെ അടുത്ത് ഉദ്ധവരെ വന്നു. ഉദ്ധവരെ ഭഗവാൻ പറഞ്ഞു വിട്ടതാണ്. ഉദ്ധവരെ ആദ്യം ചിന്തിച്ചു, എനിക്ക് എല്ലാ അറിവുണ്ടായതുകൊണ്ടാണ്, ഭഗവാനുള്ള അറിവ് കൂടിയത് കൊണ്ടാണ് എന്നെ പറഞ്ഞു വിടുന്നത്. ഗോപികമാരുടെ ആ സ്നേഹത്തിന്റെ മുന്നിൽ ഉദ്ധവരുടെ അറിവെല്ലാം ഒലിച്ചുപോയി. ഉദ്ധവര് അവിടെ ഗോപികമാരെ തന്നെ പ്രണമിക്കുന്നു. ഗോപികമാർ തിരിച്ചും പ്രണമിക്കും. ഈ രംഗങ്ങളെല്ലാം നമ്മൾ പ്രത്യേകം ഓർമ്മിക്കേണ്ടതാണ് എപ്പോഴും. അത് തന്നെയാണ് ഉദ്ധവര് രണ്ടാമത് പറഞ്ഞു കൊടുക്കുന്നത്. ആ വിരഹവേദനയിൽ ഒരു സുഖം കിട്ടും. ആ വിരഹവേദനയ്ക്കും ഒരു സുഖം ഭഗവാനെ നേരിട്ട് കാണുന്നതിനേക്കാൾ ഉപരിയായി ഭഗവാനെ ദർശിക്കാൻ സാധിക്കും. ഫിലോസഫിയാണ്. എന്താ പ്രഭു? വിപ്രലംബ സേവനം. വിപ്രലംബ സേവനം. ഭഗവാനെ കാണുന്നതിനും നേരിട്ട് കാണുന്നതിനും ഉപരിയായി ഭഗവാനെ ദർശിക്കാൻ സാധിക്കുമെന്നാണ്. ഇതൊക്കെ നമ്മൾ ഒരു ഫിസിക്കലി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്, റിസർച്ച് ചെയ്യാവുന്നതാണ്. ഇതിനെല്ലാം നമുക്ക് PhD എടുക്കാൻ പറ്റും. ഇതൊന്നും വെറുതെ അല്ല. അപ്പൊ എങ്ങനെയാണ് ഗോപികമാരെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നതാണ്. ഗോപികമാരെ എങ്ങനെ ചെയ്യാൻ പറ്റും? അടുത്ത ആഴ്ച കൂടെ ആകുമ്പോഴത്തേന് വേറൊരു വളരെ ശ്രേഷ്ഠമായ ഒരു സംഗതി വരാൻ പോവാണ്. എന്താണ്? അപ്പം അവിടെ പറഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, അന്ന് പറയേണ്ട ഒരു കാര്യം കൂടെ എടുത്തു പറയാം. പ്രിപ്പയർഡ് ആവുക. നമ്മള് ഭഗവാൻ നമ്മുടെ വീട്ടിലേക്ക് വരാൻ പോവാണ്. പെട്ടെന്ന് ഓർമ്മിച്ച് പ്രിപ്പയർഡ് ആവുക. എങ്ങനെയാണ് ഭഗവാന്റെ അടുത്ത്, യശോദാമ്മയുടെ അടുത്ത് ഭഗവാൻ വന്നത്? ഒരു ദിവസം ശിവദേവ ഗോസ്വാമി കഥ പറഞ്ഞു തുടങ്ങിയാണ്. ഒരു ദിവസം എന്താണ്? ഏതാ ഭാഗം വരുന്നത്? ഓക്കെ, ശരി. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ശ്ലോകം എടുത്തു വെച്ചാട്ട് ചിലപ്പോൾ പെട്ടെന്ന് ചിലപ്പം ഏകത. ഒരു ദിവസം ശിവദേവഗോസ്വാമി പറഞ്ഞു തുടങ്ങാണ്. ഒരു ദിവസം യശോദാമ്മ ഏകത ഗൃഹതീതാനി. ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ. പക്ഷെ പറഞ്ഞു വരുന്നത് ഇതാണ്. ഭഗവാനെ ഓർമ്മിക്കുന്നു. യശോദാമ്മ വളരെ സ്നേഹത്തോടെ ഓർമ്മിച്ചപ്പോൾ എന്ത് പറ്റി? എന്താണ് അതിന്റെ റിസൾട്ട് വന്നത്? ഭഗവാന്റെ കുട്ടിക്കാലത്തെ ഓർമ്മിച്ചുകൊണ്ട് ആ കുഞ്ഞി കുസൃതികളെ ഓർമ്മിച്ചപ്പോൾ യാനീത ഗീതാനി. ഭഗവാൻ എവിടെ നിന്നറിഞ്ഞില്ല, എവിടെ നിന്നാണെന്നറിഞ്ഞില്ല. പെട്ടെന്ന് യശോദാമ്മയുടെ മടിയിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ആകായത ഇല്ലേ? ശരിയല്ലേ? ശ്ലോകമാണ് ഞാൻ ചോദിച്ചത്. അതെ, ആ ശ്ലോകം നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ആ ശ്ലോകമാണ്. കുഞ്ഞ് ആ കുസൃതികളെ ഓർമ്മിച്ചുകൊണ്ട്. ഇവിടെ ഇത് തന്നെയാണ് ഉദ്ധവര് ഭഗവാൻ ഗോപികമാരോടടുത്ത് പറയുന്നത്. എന്താ പറഞ്ഞത്? കൃഷ്ണനുമായുള്ള സമ്പർക്കത്തിന്റെ പ്രാരംഭം മുതലുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ധ്യാനിച്ചാൽ ഇതാണ് പറഞ്ഞു കൊടുക്കുന്നത്. എന്താ പറഞ്ഞു കൊടുക്കുന്നത്? പ്രാരംഭം മുതലുള്ള ദേവകി അമ്മയുടെ ഗർഭത്തിലേക്ക് വരാനുള്ള ആ കാരണം മുതൽ ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണ കാരണം. അപ്പൊ ഭൂമിദേവി ക്ലേശം വയ്ക്കുന്നതും ഭൂമിദേവി ഗോലോക വൃന്ദാവനത്തിൽ പോകുന്നത് ഉൾപ്പെടെ, ദേവകി അമ്മയുടെ ഉദരത്തിൽ പിറക്കുന്ന ഉൾപ്പെടെ, കംസന്റെ ആ പ്രവൃത്തികൾ ഉൾപ്പെടെ, തമത്ഭുതം ബാലകം അംബുജേക്ഷണം ചതുർഭുജം സംഗതാദിയുധായുധം ശ്രീവത്സരേഷ്മം കലശോഭികൗസ്തുഭം പീതാംബരം സാന്ദ്രപയോധ സൗഭകം. പിന്നെ
മഹാർദ്ദപൈഡൂര്യകിരീടകുണ്ടലം സഹസ്രകുന്തളം ഉദ്ധാമകാഞ്ചികങ്കണകങ്കണാദിഭിർവിരോചമാനം വസുദേവൈഷതാം. ഹരേ കൃഷ്ണ. വസുദേവരെ ഭഗവാനെ യശോദാമ്മയുടെ ഉദരത്തിൽ നിന്ന് പിറന്ന ആ ഉണ്ണിയെ ഏത് രീതിയിൽ വസുദേവരെ കണ്ടോ ആ ഒരു രംഗം നമ്മൾ ഓർമ്മിക്കണം. അത് കഴിഞ്ഞ് നമ്മൾ പൂതനാമോക്ഷത്തെ ഓർമ്മിക്കണം. പൂതനയെ എങ്ങനെയാണോ ഭഗവാൻ അമ്മയായി കണ്ടല്ലെങ്കിൽ പൂതന എങ്ങനെയാണോ ഭഗവാനെ വധിക്കാൻ വന്നത് അത് ഓർമ്മിക്കണം. കംസനയച്ച ശകടാസുരനെ എങ്ങനെ വധിച്ചു അത് ഓർമ്മിക്കണം. കംസം ചാണൂര മർദ്ദനം കംസ ചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. അത് നമ്മൾ ഓർമ്മിക്കണം. ഭഗവാനും അർജുനനും തമ്മിലുള്ള സംഭാഷണങ്ങൾ നമ്മൾ ഓർമ്മിക്കണം. ഈ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ 2 മണിക്കൂർ ഈ ഫിലോസഫി എന്തിന് പറഞ്ഞു എന്ന് നമ്മൾ ചിന്തിക്കണം. അത് വളരെ സീരിയസ് ആണ് എന്ന് നമ്മൾ ചിന്തിക്കണം. ഭഗവാൻ പറയുകയാണ് വീണ്ടും അയത്തക്ഷേണ പ്രകൃതി, അത് നമ്മൾ ഓർമ്മിക്കണം. ബീജമാം സർവഭൂതാനാം, അത് നമ്മൾ ഓർമ്മിക്കണം. അർജുനന് ഭഗവാൻ കൊടുത്ത വാക്ക് യത് കൗന്ദയ പ്രതിജാനീഹി നമേ ഭക്ത്യാ പ്രണശ്യതി, അത് നമ്മൾ ഓർമ്മിക്കണം. ഗോപികമാരെ നിങ്ങളുടെ തന്നെ കഥകളും ഓർമ്മിക്കണം. എന്താണ് 16,108 ഗോപികമാരുടെ മുന്നിൽ 16,108 ഭാവങ്ങളിൽ ഭഗവാൻ പരിലസിക്കുമ്പോഴും 16,108 ഭാവങ്ങളിൽ ഭഗവാൻ ലീല കൊണ്ടാടുമ്പോഴും ഭഗവാൻ അർജുനനോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. ഭഗവാന്റെ മടിയിൽ അർജുനൻ തലവെച്ച് കിടക്കുന്നത് നമ്മൾ ചിന്തിക്കണം. ബ്രഹ്മവിമോഹന ലീല നമ്മൾ ഓർമ്മിക്കണം. എന്താ പറഞ്ഞ പ്രഭു? ഓർമ്മിക്കുന്ന ശ്ലോകം ഇതാണ്. ഇദം ദേവപൂർണാഥ ഗോപാലബാലം സദാ മേ മനശ്ചാവീരസം കിമാന്യേ. എപ്പോഴും ആ യശോദാമ്മയുടെ മുന്നിൽ കുസൃതി കാണിച്ച് വിഷമിച്ച് നിൽക്കുന്ന ആ ചിണുങ്ങിയ ഭാവം, മുഖമൊക്കെ ചുമപ്പിച്ച് നിൽക്കുന്ന ഭാഗം, അത് എനിക്ക് ഓർമ്മ വരണം. പിന്നെ ഇനിയുണ്ട്. പിന്നെ ഇദം ദേമുഖാംബോജാമത്യന്തനീലേ വൃതം കുണ്ഡലേഷ്ണിക്ഷ രക്താച ഗോപ്യ മുഖുചുംബിതം ബിംബരചാരം മേ മനസ്യാവിരസ്തം അലം ലശലാഭേ. ഹരേ കൃഷ്ണ. അപ്പൊ ഇങ്ങനെയുള്ള ഭാവങ്ങൾ നമ്മൾ ഓർമ്മിക്കണം. തവ കഥാമൃതം തപ്തജീവനം കവിഭിരീതിതം. ചെല്ലട്ടെ. കൽമഷാപഹം ശ്രവണമംഗളം ശ്രീമതാതതം പൂരിദാശിണ. ഭഗവാന്റെ വചനങ്ങളും ലീലകളും എല്ലാം ഓർമ്മിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങൾ പോകാനുള്ള അമൃതമാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. ബ്രാഹ്മണരെ നിഷേധിച്ചു, അതേസമയം ബ്രാഹ്മണ പത്നിമാർ അവിടെ ഉണ്ടായിരിക്കുന്ന എല്ലാ വിഭവങ്ങളും എടുത്ത് ഭഗവാന് കൊടുത്ത ആ ഒരു രംഗം നമ്മൾ ഓർമ്മിക്കണം. അങ്ങനെ ഗോപികമാരെ ഇങ്ങനെയുള്ള ചിന്തകളിലൂടെ നിങ്ങൾ പോകുമ്പോൾ ഭഗവാനെ നേരിട്ട് കാണുന്നതിന് ഉപരിയായിട്ടുള്ള ഒരു ദർശനം, ഇതിനെയാണ് ഇന്ദ്രിയ അതീതമായിട്ടുള്ള ദർശനം. ആ ദർശനത്തിലൂടെ ഭഗവാനെ നേരിട്ട് കാണുന്നതിനേക്കാൾ ഒരു സുഖം കിട്ടും ഗോപികമാരെ എന്ന് ഉദ്ധവര് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയും ഉപദേശിക്കുകയുമാണ്. ഗോപികമാര് പരിപൂർണമായി ഉദ്ധവരെ അവിടെ പ്രണമിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗ്യമാണ് നമുക്ക് കിട്ടേണ്ടത്. ഈ ഒരു ഭാഗ്യത്തിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇത്രയും ലീലകൾ നമ്മുടെ മുന്നിൽ ചെയ്തത്. ഭഗവാൻ ഇതെല്ലാം ഒരു നിമിഷം കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്ന കാര്യമാണ്.
ഒറ്റ നോട്ടം കൊണ്ട് മതി. അതല്ലേ അർജുൻ്റെ അടുത്ത് പറഞ്ഞത്, ചുരുക്കി പറഞ്ഞതാണ് അർജുനോട്. മയത്യക്ഷേണ പ്രകൃതി സൂയതേ സചരാചരം കേതുനാനീന കൗന്ദേയ ജഗത് വിപരിവർത്തതി. അതല്ല, എല്ലാത്തിനും അതിൻ്റെതായ ഒരു ഭാവത്തിൽ ഭഗവാൻ എല്ലാത്തിനും ഒരു കല ഉണ്ടാക്കിയെടുത്തു. ചിലരെ ആക്ഷേപിച്ചു, ചില നിരീശ്വരവാദികൾ ആക്ഷേപിച്ചു. നിരീശ്വരവാദികൾ, ഈശ്വര നിഷേധികൾ, നിരീശ്വരവാദികൾ എന്നല്ല പറയേണ്ടത്, അവര് അറിയാൻ വയ്യാത്തോണ്ടാണ്, അറിവില്ലാത്തവര്, അവരെ കട്ടിൽ ഒരു പടി കൂടി മുന്നിട്ടുള്ള ഈശ്വര നിഷേധികൾ. അവർ പറഞ്ഞു പന്നിയായിട്ടോ പന്നികളെ ആരാധിക്കുന്നവരാണ്. എല്ലാം വായിക്കുക. നമ്മൾ ആരും പന്നിയെ ആരാധിച്ചിട്ടില്ല, ഒരിക്കലും പന്നി ആരാധിച്ചിട്ടില്ല. കുരങ്ങനും വാനരനും പന്നിയും വരാഹവും തമ്മിൽ എത്രയോ വ്യത്യാസമുണ്ട്. പന്നി ഇന്ദ്രന്റെ അടുത്ത ജന്മമായിരുന്നു പന്നി. ഇത് ഈ പറഞ്ഞ ഈശ്വരൻ നിഷേധിക്കതിനെ പറ്റി അറിയാൻ പറ്റാതെയായിപ്പോയി. അപ്പൊ അറിവാണ് നമുക്ക് വേണ്ടത്. അറിവിലൂടെ മാത്രമേ ഭക്തിയിലെത്താൻ പറ്റൂ. ജ്ഞാന വിജ്ഞാന യോഗം, ആ യോഗം പഠിക്കണമെന്നുണ്ടെങ്കിൽ ശീലപ്രഭുപാദരുടെ ജീവചരിത്രം പഠിക്കണം. ശീലപ്രഭുപാദരുടെ ജീവചരിത്രം പഠിക്കുമ്പോൾ അമേരിക്കയിൽ നടന്ന കോടതി സംവാദങ്ങളെ പറ്റി പഠിക്കാൻ സാധിക്കും. അറിവില്ലാത്ത ആ ന്യായാധിപന്മാര് പ്രഭുപാദരുടെ കൈകളിൽ നിന്ന് നേരിട്ട് ഭഗവത്ഗീത വാങ്ങിക്കുകയും അത് വായിച്ച് പഠിക്കുകയും ചെയ്ത ചരിത്രം നമുക്കറിയാൻ സാധിക്കും. അപ്പോഴാണ് നമുക്കും ജ്ഞാനം തോന്നുന്നത്, എനിക്കും ഇന്ന് വായിക്കേണ്ടതാണെന്ന്. അപ്പോഴാണ് വാർദ്ധക്യം അവസ്ഥയിൽ വായിച്ചിട്ട് കമന്റ് പറഞ്ഞ ഐൻസ്റ്റീൻ, ഇതെന്റെ ചെറുപ്പകാലത്ത് വായിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എൻ്റെ കണ്ടുപിടുത്തങ്ങൾക്ക് ഇത്തിരിയും കൂടി ഒരു പ്രായോഗികത ഉണ്ടായേനെ എന്ന് പറഞ്ഞത്. സത്യമായതെല്ലാം പറയുന്നത്. ഇപ്പൊ പതിയായി പിറന്നപ്പോൾ ഇന്ദ്രൻ അറിയാമല്ലോ, ഭൗതികമായ ആ ആസക്തിയിൽ നിന്ന് അമേദ്യത്തിന്റെ രുചി ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് വന്ന് വിളിക്കുന്നത്, സമയമായി, ഭൂമിയിലെ സമയമായി വരാൻ പറയും. ഇല്ല, എനിക്ക് ഇത്തിരി കൂടി ഉണ്ട്, ഇത്തിരിയും കൂടെ ബാക്കിയുണ്ട്, നല്ല രുചിയാണ് ഈ അമേദ്യത്തിനെന്ന് പറയും. അങ്ങനെയുള്ള ഈ പന്നിയുടെ അവസ്ഥയെക്കുറിച്ച് ആ മഹാന് മനസ്സിലാക്കാൻ പറ്റിയില്ല. എന്തുകൊണ്ട് വരാഹ അവതാരം എടുത്തു? അതായത് ഹിരണ്യാക്ഷൻ അതെ, ഭൂമിയെ എന്തുകൊണ്ട് ആ ഭാവം എടുത്തു? ചന്തയിൽ പോകുന്ന ഒരാൾക്ക് കൂട്ടം സൂട്ടിടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, കാരണം എന്ന് പറഞ്ഞാൽ അത്രയും ആഴത്തിലാണ് കൊണ്ടുപോയി അവിടെ. ഒരു മിനിറ്റ്, ഭയങ്കരമായിട്ട് ശരിയാണ്. എത്ര ആഴം ഉണ്ടെങ്കിലും ഭഗവാന്റെ ഒറ്റ നോട്ടം കൊണ്ട് ഈ ഭൂമിയൊക്കെ നേരെ കയറി വരും. എത്ര ആഴം ഉണ്ടെങ്കിലും ഭഗവാനെ കയറി വരും. ഞാൻ ചോദിച്ചത്, ചന്തയിൽ പോകുന്നതിന് കോട്ടും സ്യൂട്ട് ഇടണോ? വേണ്ട. കോട്ടും സ്യൂട്ട് ഇട്ട് കഴിഞ്ഞാലോ നാറും. അല്ല, വില കൂടുതലാവും. ഇല്ലേ ആവില്ലേ? അപ്പോൾ ഒന്ന് നമ്മൾ താഴോട്ട് വന്നു. ഭഗവാന്റെ അടുത്ത കളിയാണ് ഓരോ ഭാവത്തിൽ. നീ അങ്ങനെ വന്നെങ്കിൽ ഞാൻ ഈ ഭാവത്തിൽ വന്നു നിന്നെ ഞാൻ. അപ്പോൾ എന്തുകൊണ്ട് ആ ഒരു കളിക്കൊരു സ്വഭാവമുണ്ട്, ആ ഒരു കളിക്കൊരു ആ കളിയിലും ഒരു കുലീനതയുണ്ട്, ആ കളിക്കുള്ളിലൊരു കളിയുണ്ടാകും. അതാണ് ഭഗവാൻ അവിടെ കളിച്ചത്. ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ ആ ഒരു ഭാവത്തിൽ നിന്നെ ഞാൻ നോക്കാം. വരാഹത്തിന്റെ രൂപത്തിൽ വന്നു, വരാഹ അവതാരത്തിൽ വന്നു, എടുത്തു. ഈ കഥകൾ ഈശ്വര നിഷേധികൾക്ക് അറിയത്തില്ല. നമ്മൾ അടുത്ത് കണ്ടതാണ് ഈ പ്രളയം വന്നിട്ട് ഭൂമി താഴെ പോയത്. താഴെ പോയില്ലേ? ഭൂമി പോയില്ലേ? പോവുകയല്ലേ ചെയ്തത്. വെള്ളം മേളിൽ വരിക എന്ന് പറഞ്ഞാൽ ഭൂമി താഴെ പോയി എന്നുള്ളതല്ലേ? ശരിയല്ലേ? അതെ അതെ. എന്നിട്ടും ഇത്തരം ഈശ്വര നിഷേധികൾക്ക് മനസ്സിലാവുന്നില്ല എന്റെ കയ്യിൽ അല്ല ഒന്നും ഉള്ളത് എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മുടെ ഈ തലമുറയെ ഭഗവത് ചിന്തയിലൂടെ കൊണ്ടുപോയി മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ ജീവിതത്തിന് ഒരർത്ഥം ഉണ്ടാകാൻ സാധിക്കത്തുള്ളൂ, ജീവിതത്തെ നല്ല രീതിയിൽ കാണാൻ സാധിക്കത്തുള്ളൂ, നല്ലൊരു ഒരു ജനറേഷൻ ഉണ്ടാകത്തുള്ളൂ. വാഞ്ചാകൽപതരൂപ്യച്ച കൃപാ സിന്ധുഭ്യേവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. കുറെ കാര്യങ്ങൾ വേണ്ടതും വേണ്ടാത്തതും ഒക്കെ സംസാരിച്ചു, ക്ഷമിക്കണം. ഹരേ കൃഷ്ണ. ഇതിനകത്ത് എന്തെങ്കിലും ഒബ്ജക്ഷൻ യുവർ ഓണറോ എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കണം. ഹരേ കൃഷ്ണ. സമയമുണ്ട്, 5 മിനിറ്റ് ഉണ്ട്. ഹരേ കൃഷ്ണ, പറയും. ഹരേ കൃഷ്ണ പ്രഭു. എന്ത് സംശയമാണ് പ്രഭു ഇങ്ങനെ
കാര്യകാരണ സഹിതം വിശദീകരിച്ച് നമ്മളെ ആ ഒരു മായാലോകത്തിൽ പിടിച്ച് ഇരുത്തുകല്ലേ. ശരി. അവിടുന്ന് വിട്ടുപോകാൻ നമുക്ക് പ്രഭുപാദൻ പറ്റത്തില്ല. ഭാഗവത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ മാത്രം സംസാരിച്ചു. ഹരേ കൃഷ്ണ. അതെ, എന്തായാലും ശരി പ്രഭു. ഏതൊരാളെക്കാളും നമ്മളെ പിടിച്ചിരുത്തി ചിന്തിപ്പിച്ച് അതിന്റെ എല്ലാ വശങ്ങളിലും, കഥകൾ മാത്രമല്ലല്ലോ നമ്മൾ കേൾക്കുന്നത്, കഥകളും ഉപകഥകളും അതിന്റെ തത്വങ്ങളും എല്ലാമാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അങ്ങനെ ഒരു സത്സംഗം കിട്ടുക എന്ന് പറഞ്ഞാൽ അനന്തപത്മനാഭ ഗ്രൂപ്പിൽ നിന്നല്ലാതെ വേറെ എങ്ങൊന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഒരുപാട് ഗ്രൂപ്പിൽ പോയിട്ടുള്ള ആളാണ്. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭു. ഒരുപാട് സന്തോഷം. ഹരേ കൃഷ്ണ. എല്ലാം ഗുരുവിന്റെ അനുഗ്രഹം. ഗുരു ഓരോ ശിഷ്യന്മാരെ നിയോഗിക്കപ്പെടുന്നത് ഓരോ രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് അവരുടെ കഴിവല്ല, അവരുടെ കഴിവുകളുമല്ല. ഹരേ കൃഷ്ണ. എല്ലാം ഗുരുവിന്റെ നിയോഗമാണ് ഏത് രീതിയിൽ നീ ചെയ്യണം എന്നുള്ളത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു, ഈ ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഹരേ കൃഷ്ണ. ഞങ്ങള് ഈ പറയുന്ന അധമന്മാരുടെയും നിരീശ്വരന്മാരുടെയും എല്ലാം വീട്ടിൽ പോകാൻ തുടങ്ങുകയാണ് അടുത്ത ആഴ്ച മുതൽ. അപ്പൊ ഞങ്ങളുടെ നാവിൽ നിന്ന് വരുന്ന ഓരോ ഇതും, കാരണം ഞങ്ങൾ അത്ര പ്യൂരിഫൈ അല്ല, ഞങ്ങൾ പറയുന്ന വാക്കുകള് അവരുടെ മനസ്സിൽ തുളച്ചു കയറണമെന്ന് ഒരു ഭക്തന്റെ അനുഗ്രഹം വേണം. പ്രഭു ഞങ്ങളെ അനുഗ്രഹിക്കും. ഹരേ കൃഷ്ണ. ഗുരുവിന്റെയും ഭഗവാന്റെയും അനുഗ്രഹം തീർച്ചയായിട്ടും എല്ലാവർക്കും എപ്പോഴും ഉണ്ടാകും. ഇതൊരു നമ്മൾ